മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിനെ വീണ്ടും ചോദ്യം ചെയ്യും. ഇന്നലെ മരട് പോലീസ് സ്റ്റേഷനിൽ സൗബിൻ ഹാജരായിരുന്നു. പരാതിക്കാരനായ സിറാജ് വലിയതുറയുടെ പണം മുഴുവൻ തിരികെ നൽകിയിരുന്നതായി സൗബിൻ ഇന്നലെ മൊഴി നൽകി. 6,50,00,000 രൂപ ചിത്രം റിലീസായി 2 ആഴ്ചയ്ക്കുള്ളിൽ മടക്കി നൽകിയെന്നും മാധ്യമങ്ങളിൽ വാർത്ത നൽകി ഭീഷണിപ്പെടുത്തി പണം വാങ്ങാനാണ് പരാതിക്കാരൻ ശ്രമിക്കുന്നത് എന്നുമാണ് സൗബിന്റെ മൊഴി. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, വീണ്ടും സൗബിനെ ചോദ്യം ചെയ്യുകയാണോ? കഴിഞ്ഞ ദിവസം പോലീസിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് സൗബിൻ പങ്കുവച്ചിരിക്കുന്നത്? ലക്ഷ്മി, ഇന്ന് 11 മണിയോടുകൂടി സൗബിൻ നമ്മളിപ്പോഴുള്ള മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സൗബിനെ ഇന്നലെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ സൗബിൻ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് സിറാജ് വലിയതുറ എന്ന പരാതിക്കാരിൽ നിന്നും 6,50,00,000 രൂപയാണ് വാങ്ങിയിരുന്നത്. പടം റിലീസായി 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ പണം തിരികെ നൽകിയെന്നാണ് സൗബിൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. മാത്രമല്ല, ഈ പടത്തിൻ്റെ ലാഭം ആകമാനം കിട്ടിയത് 2 മാസം മുൻപായിരുന്നു. അപ്പോൾ ഈ സിറാജ് വലിയതുറയ്ക്ക് നൽകാനുള്ള പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ പണം ഏത് സമയത്ത് വേണമെങ്കിലും നൽകാനും തയ്യാറായിരുന്നു. പക്ഷേ തന്നെ മാധ്യമങ്ങളിലൂടെ വാർത്ത വരുത്തി തന്നെ മോശക്കാരനായി ചിത്രീകരിച്ച് കൂടുതൽ പണം വാങ്ങിയെടുക്കാനാണ് സിറാജ് വലിയതുറ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സൗബിൻ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. ഈ ലാഭവിഹിതത്തിൽ സിറാജ് വലിയതുറയ്ക്ക് നൽകേണ്ട വിഹിതം അത് മാറ്റിവെച്ചിട്ടുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും നൽകാൻ താൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ ഇത് കേസായ സ്ഥിതിക്ക് ഇനി കോടതി വഴി അത് നൽകുന്നതായിരിക്കും ഉചിതമെന്നും സൗബിൻ അറിയിക്കുകയുണ്ടായി. എന്തായാലും സൗബിനെ ഇന്നും ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അല്പനേരത്തിനുള്ളിൽ തന്നെ സൗബിൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. സഹിൻ ആന്റണി, കൊച്ചിയിൽ നിന്ന്.